അള്ളാന്റെ റസൂല് ഹജ്ജത്തുൽ വദാഇൽ പറഞ്ഞു, നിങ്ങളുടെ രക്തം, നിങ്ങളുടെ ജീവൻ, നിങ്ങളുടെ അഭിമാനം, അല്ലെ? ഒരു മനുഷ്യന്റെ അഭിമാനം എന്ന് പറഞ്ഞാൽ ജീവനേക്കാൾ വലുതാ. മാനം കെട്ടിട്ട് ആത്മഹത്യ ചെയ്യില്ല. ഇപ്പോഴും കഴിഞ്ഞ ആഴ്ച ഒരു കുട്ടി നമ്മൾ വായിച്ചില്ലേ, മാനക്കെട് കൊണ്ട് ആത്മഹത്യ ചെയ്യും. മനുഷ്യന് മാനം എന്ന് പറയുന്നത് പണത്തെക്കാളും ജീവനേക്കാളും വലുതാ. അപ്പൊ അങ്ങനെ അയാൾ എന്നെ ചീത്ത പറഞ്ഞ്, എന്നെ ആക്ഷേപിച്ച്, എന്നെ മാനം കെടുത്തി. പിന്നെ ഇയാൾ എന്നെ ഉപദ്രവിച്ചു. വാക്കല മാലഹാദ, ഇയാൾ എന്റെ ധനം തട്ടിയെടുത്തു പല രൂപത്തിൽ. കള്ളത്തരത്തിൽ എന്റെ പണം ഇയാൾ തട്ടിയെടുത്തു. വസഫക്കദമഹാദ, ഇയാൾ എന്നെ ശരീരത്തിൽ മുറിവേൽപ്പിച്ച് രക്തം ചിന്തി. വദറബഹാദ, ഇയാൾ എന്നെ അടിച്ചു. ഓരോരുത്തർ വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ ചെയ്യാന്നറിയോ? ഫയോതഹാദ മിൻ ഹസനാതി, ഇതൊക്കെ ഇവന്റെ നന്മയിൽ നിന്ന് എടുത്തു കൊടുക്കും. ഇവർക്ക് ഇയാള് ഭയങ്കര നിസ്കാരം, സക്കാത്ത്, നോമ്പൊക്കെ അല്ലേ, അതൊക്കെ എടുത്തു കൊടുത്തു. അതൊക്കെ തീർന്നിട്ടും പരാതിക്കാര് ബാക്കി. അപ്പൊ അല്ലാഹു തആല എന്താ ചെയ്യാ അറിയോ? അവരെ പാപങ്ങൾ എടുത്തിട്ട് ഇവന്റെ തലയിൽ ഇങ്ങോട്ട് വെച്ചു കൊടുക്കും. നരകത്തിലേക്ക്. ഇത് കേട്ടിട്ടില്ലേ? കുറെ വട്ടം കേട്ടിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി എന്തെന്നറിയോ? നമ്മളിപ്പം നമ്മുടെ മനസ്സിനെയൊക്കെ വല്ലാത്ത ഒരു അവസ്ഥയിൽ ഇങ്ങനെ കടന്നു പോവുകയാണ്. നമ്മൾ പടച്ച റബ്ബുമായിട്ട് നമുക്ക് അടുക്കാനും നമ്മുടെ ജീവിതത്തെ കഴുകാനും ശുദ്ധീകരിക്കാനും ഒക്കെ ഉള്ള ഒരു തയ്യാറെടുപ്പിൽ നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് പടപ്പുകളുമായിട്ട് ആരായിട്ടെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ഇപ്പൊ ആലോചിച്ചോളി. മരിച്ചിട്ട് വെക്കണ്ട, മരിച്ചിട്ട് പറയാൻ വേണ്ടി വെക്കണ്ട. ജീവിച്ചിരിക്കുമ്പോ തന്നെ പോയിട്ട് കാലിൽ വീണ് അപേക്ഷിക്കേണ്ട കേസാണെങ്കിൽ പറഞ്ഞോളി, അവനോട് മാപ്പ് അപേക്ഷിക്കേണ്ട കേസാണെങ്കിൽ പറഞ്ഞോളി, ചോദിച്ചോളി. എന്നിട്ട് ഞാൻ എന്റെ മക്കൾ സംഭവിച്ച തെറ്റാണ്, കുറ്റമാണ് സഹോദര, എനിക്ക് പുറത്തു തരണം ആത്മാർത്ഥമായി അവനോട് യാചിച്ചോളി. എന്നിട്ട് മനുഷ്യരോടൊക്കെ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ട്, പടച്ചവനോടുള്ള ബന്ധത്തോടൊപ്പം പടപ്പുകളോട് കൂടിയുള്ള ബന്ധം, ഇത് രണ്ടും ചേർന്നിട്ട് വേണം നമുക്കൊരു നല്ല മനുഷ്യനായിട്ട് റബ്ബിലേക്ക് മടങ്ങാൻ. അതിന് നാളാവ അടുത്തല്ല പിറ്റെന്ന അല്ല. ഇത് നമ്മുടെ അവസാനത്തെ ചാൻസ് ആണെന്ന് വിചാരിച്ചേക്കണം. ഈ നോമ്പില്ലേ നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ നോമ്പാണെന്ന് വിചാരിച്ചേക്കണം. കാരണം എന്താണെന്നറിയോ? അടുത്ത കൊല്ലം നമ്മൾ ഉണ്ടാകുന്ന ഒരു ഉറപ്പില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനി സ്വഫ് നിൽക്കുമ്പോൾ, നമസ്കാരത്തിന് സ്വഫ് നിൽക്കുമ്പോൾ പറയാറുണ്ടായിരുന്നു ഇത്രേ, സൊല്ലു സ്വലാത്ത മുബദ്യ, വിട ചോദിക്കുന്നവന്റെ നമസ്കാരം നിർവഹിച്ചോളുന്നു. വിട ചോദിക്കുന്നവന്റെ നമസ്കാരം നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളുടെ ലാസ്റ്റ് നമസ്കാരമാണ്. ഏതെങ്കിലും ഒരു നമസ്കാരം നിങ്ങളുടെ അവസാനത്തെ നമസ്കാരമായിരിക്കും. അതുപോലെ ഇതായിരിക്കും അടുത്ത നമസ്കാരത്തിന് ഞാനില്ല. അങ്ങനെ ആളുകൾ പോകും. പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കും മനുഷ്യർ. ഒരു സെക്കൻഡിൽ 2 ആള് ലോകത്ത് മരിക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ നമ്മളായിരിക്കാം അടുത്ത സെക്കൻഡില്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതെന്റെ അവസാന നമസ്കാരമാണെന്ന് വിചാരിച്ച് നമസ്കരിക്കാൻ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ ഇതെന്റെ അവസാനത്തെ നോമ്പാണ് എന്ന് വിചാരിച്ചിട്ട് നോമ്പെടുത്താലേ അപ്പൊ നമ്മൾ ഒന്ന് നമ്മളെ കുറിച്ചൊന്നും ബേജാറോടുകൂടി ചിന്തിക്കും. അതുകൊണ്ട് ബേജാറോടുകൂടി ചിന്തിക്കുക, പടച്ചവനോട് പറയുക, പടച്ചവനോട് അടുക്കുക, പടപ്പുകളുമായി നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുക. ഒരാൾക്കും നമ്മളെ കുറിച്ചൊരു പരാതിയില്ല. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന് നമ്മളെ കുറിച്ച് പരാതിയില്ല. പ്രിയമുള്ളവരെ, ശ്രദ്ധിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.